നമസ്കാരം, ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്ന ചിക്കൻ സീസർ സാലഡിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ക്രീമി ആയിട്ടുള്ള, റിച്ച് ആയിട്ടുള്ള ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് ഇങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. സ്കിൻലെസ്, ബോൺലെസ് നമ്മൾക്ക് ചിക്കൻ ബ്രസ്റ്റ് വേണം 2 എണ്ണം, സോൾട്ട്, പെപ്പർ, ഒലിവ് ഓയിൽ, മയണൈസ് വേണം, ഒരു 1/2 കപ്പ് മയണൈസ്, 2 അല്ലി വെളുത്തുള്ളി വേണം, പിന്നെ പാർമേസാൻ ചീസ് വേണം നമുക്ക് 2 ടേബിൾ സ്പൂൺ. ഇത് മസ്റ്റേർഡ് സോസാണ്, നമുക്ക് 1 ടേബിൾ സ്പൂൺ വേണം. പിന്നെ നാരങ്ങാനീര് ഒരു 2 ടേബിൾ സ്പൂൺ. ബ്രെഡ് ക്രൂട്ടൺസ് വേണം, നമ്മളിങ്ങനെ ടോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡാണ്. ഇനി നമുക്ക് വേണ്ടത് റൊമൈൻ ലെറ്റ്യൂസിൻ്റെ ലീവ്സ് വേണം, അത് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ചിക്കൻ സീസർ സാലഡ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഈ ചിക്കൻ ബ്രസ്റ്റ് പീസിൽ നമുക്ക് മാരിനേറ്റ് ചെയ്യണം. ഇത് അതായത് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയൊക്കെ വെച്ചിട്ട് കുറച്ച് ഒലിവ് ഓയിലും വെച്ചിട്ട് നമുക്ക് അതിന് മുമ്പ് ഈ ചിക്കൻ ബ്രസ്റ്റ് പീസ് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇതൊന്ന് കുറച്ച് നമുക്ക് എളുപ്പം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വിട്ട് വരണ്ട, പക്ഷേ 2ആയിട്ട് പിളർന്ന് വരണ്ട. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇങ്ങനെ 2 പീസും നമുക്ക് അതുപോലെ തന്നെ എടുത്ത് വയ്ക്കാം. നമുക്ക് അതിന് തന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് നമുക്ക് കുറച്ച് ഒലിവ് ഓയിലും ചേർത്ത് നമുക്കൊരു മാരിനേഷൻ റെഡിയാക്കാം. എന്നിട്ട് നമ്മുടെ ഈ ചിക്കൻ ബ്രസ്റ്റ് പീസ് നമ്മളൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മാരിനേഷൻ, അതായത് ഉപ്പും കുരുമുളക് പൊടിയും ഒലിവ് ഓയിലും ചേർത്തിട്ട് നമ്മൾ ഈ മാരിനേഷൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈ ചിക്കൻ ബ്രസ്റ്റ് പീസ് നമ്മൾ ഈ മാരിനേഷനിൽ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു പാനിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്യാം, അല്ലെങ്കിൽ പാൻ ഫ്രൈ ചെയ്യാം. ഇപ്പം ഞാൻ പാൻ ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്ത് വേണമെങ്കിലും ഈ ചിക്കൻ വേവിച്ചെടുക്കാം. അടുത്ത ചിക്കൻ പീസും മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിത് നല്ല തീയിൽ കുറച്ച് ഇതിനുള്ളിൽ നിന്ന് വാട്ടർ റിലീസ് ചെയ്ത് വരുന്നിടം വരെ നല്ല തീയിൽ വയ്ക്കാം. എന്നിട്ട് മറിച്ചിട്ടിട്ട് കുറഞ്ഞ തീയിൽ നമുക്കിത് വേവിച്ചെടുക്കാം നന്നായിട്ട്. ഇത് റൊമൈൻ ലെറ്റ്യൂസ് ലീവ്സ് ആണ്. ഇത് നമ്മൾ ഈ ലെറ്റ്യൂസ് ലീവ്സൊക്കെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ കത്തി വെച്ച് ചോപ്പ് ചെയ്യരുത്. അതിന് വരെ നമ്മളിങ്ങനെ ഒടിച്ചെടുക്കണം. ഇങ്ങനെ ഒടിച്ചെടുക്കാനേ പാടുള്ളൂ. എന്നിട്ട് നല്ല ഐസ് ക്യൂബ്സ് ഇട്ട വെള്ളത്തിൽ നന്നായിട്ട് കഴുകണം. അത് കഴിഞ്ഞിട്ട് ഐസ് ക്യൂബ്സ് ഇട്ട വെള്ളത്തിൽ നമ്മളൊന്ന് മുക്കി കുറച്ച് സമയം വെച്ചിട്ട് എടുത്താലും കുഴപ്പമില്ല. അപ്പം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, നല്ല ക്രിസ്പായിട്ടിരിക്കും ലെറ്റ്യൂസ് ലീവ്സൊക്കെ. നമ്മളെപ്പോഴും സാലഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഈ ലെറ്റ്യൂസ് ലീവ്സ് മുഴുവനും ഇങ്ങനെ എടുക്കാം. എപ്പോഴും സാലഡ്സ് തയ്യാറാക്കാനായിട്ട് ലീവ്സ് എടുക്കുമ്പം ഓരോന്ന് അടർത്തി നന്നായിട്ട് കഴുകണം. റൊമൈൻ ലെറ്റ്യൂസ് നമ്മൾ വെള്ളത്തിൽ ഐസ് ക്യൂബ്സ് ഇട്ട നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇട്ട് വെച്ചു. എന്നിട്ട് നമ്മളിത് ഓരോന്നും ഇങ്ങനെയൊന്ന് നമുക്ക് വെള്ളം കളഞ്ഞ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഈ തണുത്ത വെള്ളത്തിൽ, ഐസ് ക്യൂബ്സ് ഇട്ട തണുത്ത വെള്ളത്തിൽ ഇടുന്നത് ഇത് ലെറ്റ്യൂസ് ലീവ്സ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഞാൻ പറഞ്ഞു, കത്തി ഉപയോഗിച്ച് ഒരിക്കലും ഈ ലെറ്റ്യൂസ് ലീവ്സ് ഒന്നും നമ്മൾ ചോപ്പ് ചെയ്യരുത്. ഇത് നമ്മൾ ഒടിച്ചൊടിച്ചെടുക്കണം കൈ വെച്ച്. നമ്മുടെ ചിക്കൻ റെഡി ആവുന്നുണ്ട്. ഒരു സൈഡ് റെഡി ആയപ്പം ഞാനത് തിരിച്ചിട്ടായിരുന്നു. ഇത് വീണ്ടും നമുക്ക് മൂടി വയ്ക്കാം, അത് അവിടെ ഇരുന്നാകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ബ്ലെൻഡറിലേക്ക് നമ്മൾ മയോണൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മയോണൈസ് ഈ ബ്ലെൻഡറിലോട്ട് നമുക്ക് ചേർക്കാം. നമുക്ക് വെളുത്തുള്ളിയുടെ അല്ലി വേണം, 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണിത്, അതാണ് നമ്മൾ ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് നാരങ്ങാനീര് വേണം, ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്. നമുക്ക് കുരുമുളക് പൊടി വേണം, അതുപോലെ തന്നെ ഉപ്പും വേണം. ഉപ്പ് ഓൾറെഡി മയണൈസിലും ചിക്കനിലും ഒക്കെ ഉണ്ട്, അപ്പോൾ കുറച്ചാണ് ഞാൻ ചേർക്കുന്നുള്ളൂ. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മസ്റ്റേർഡ് സോസ് ചേർക്കണം. പാർമീസാൻ ചീസ് ചേർക്കണം, നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കണം. ഇനി നമുക്ക് ഈ ബ്ലെൻഡർ ഒന്ന് അടച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ റൊമൈൻ ലെറ്റ്യൂസ് ലീവ്സ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതിലേക്ക് നമ്മുടെ ഈ മയോണൈസും ലെമൺ ജ്യൂസൊക്കെ ചേർത്തിട്ടുള്ള ഈ കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. ഞാനൊരു ബോളിലേക്ക്
ഈ റൊമൈൻ ലെറ്റ്യൂസിൻ്റെ ലീവ്സ് നമ്മൾ റെഡിയാക്കിയത് ചേർത്തു. അതിലേക്ക് മയോണൈസ് ആ ഫില്ലിങ്ങും ചേർത്തു. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കണം. നമ്മുടെ ഈ ഡ്രസ്സിങ് എല്ലായിടത്തും ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വെച്ചിട്ട് കുറച്ച് സമയമായി. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കൻ പാൻ ഫ്രൈ ചെയ്ത് നമ്മൾ എടുത്ത് വെച്ചിട്ട് നല്ല ചൂട് മാറിയിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്യണം. ചിക്കൻ സീസർ സാലഡ് നമ്മളിനി അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഈ ചിക്കൻ പീസസും ബ്രെഡ് ക്രൂട്ടൻസും ഒക്കെ ഇടണം. ഇനി നമ്മൾ സോൾട്ട്, പെപ്പർ, അതുപോലെ ഒലിവ് ഓയിലൊക്കെ വെച്ച് പാൻ ഫ്രൈ ചെയ്ത് എടുത്ത ചിക്കൻ പീസസും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പാർമേസാൻ ചീസ് കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഞാനിന്ന് തയ്യാറാക്കി കാണിച്ചത് ചിക്കൻ സീസർ സാലഡിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ്. ഇതിലുള്ള നമ്മൾ നോൺ വെജും പ്രോട്ടീനും അതുപോലെ തന്നെ ലീവ്സും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഫൈബറിന് ലീവ്സും അതുപോലെ കുറച്ച് കാർബോഹൈഡ്രേറ്റിന് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് തന്നെ പറയാവുന്ന ഒരു സാലഡാണ്. വളരെ ടേസ്റ്റിയാണ്. ഇപ്പം നമുക്ക് ലെറ്റ്യൂസ് ലീവ്സ് ഒക്കെ അല്ലാതെ കഴിക്കാനായിട്ടൊക്കെ മടിയാണല്ലോ. അപ്പം അങ്ങനെ സാലഡ് ഗ്രീൻസ് ഒക്കെ കഴിക്കാനായിട്ട് മടിയുള്ളവർക്കൊക്കെ ഈ സാലഡ് നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.